തന്റെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ ഭീഷണികളും കൊടിയ മർദ്ദനങ്ങളും നേരിട്ട് ഒടുവിൽ ആ 2ാം ക്ലാസ്സുകാരൻ യാത്രയായി. ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവത്തിനാണ് ഇന്തോനേഷ്യ വേദിയായത്. യേശുവിലുള്ള വിശ്വാസത്തിന്റെ പേരിൽ 5 മുതിർന്ന മുസ്ലിം ആൺകുട്ടികൾ ചേർന്ന് ആ 2ാം ക്ലാസ്സുകാരനെ മർദ്ദിക്കുകയും ദിവസങ്ങൾക്കുള്ളിൽ ക്രൂരമായ പീഡനങ്ങൾക്കിരയായ ആ ആൺകുട്ടി മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു. ഇന്തോനേഷ്യയിലെ റിയാവുവിലെ സെബേറിഡ ജില്ലയിലെ ഇന്ദ്രഗിരി ഹുലു റീജിയൻസിലെ പാങ്കലൻ കസായി ഗ്രാമത്തിലെ സ്കൂളിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ KB എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന 8 വയസ്സുകാരനാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. 11-13 വയസ്സ് പ്രായമുള്ള കൗമാര സംഘമാണ് അക്രമികൾ KBയെ മുൻപും പല അവസരങ്ങളിലും ഭീഷണിപ്പെടുത്തിയിരുന്നു. മെയ് 19 തിങ്കളാഴ്ച അവരുടെ അപമാനങ്ങളും ഭീഷണികളും ശാരീരിക ആക്രമണത്തിലേക്ക് മാറി. അക്രമി സംഘത്തിന്റെ കഠിനമായ മർദ്ദനങ്ങൾക്ക് ഇരയായ KB അവശനിലയിലാണ് വീട്ടിലെത്തിയത്. മാതാപിതാക്കൾ വിവരം തിരക്കിയതിനെ തുടർന്ന് സംഭവിച്ചതെല്ലാം KB അമ്മയോട് പറഞ്ഞു. കുട്ടിയുടെ വയറിന് ചവിട്ടേറ്റ് വീക്കം സംഭവിച്ചിരുന്നു. അവന് ഭക്ഷണം കഴിക്കാൻ സാധിച്ചിരുന്നില്ല. രക്തം പോലും ഛർദ്ദിച്ചു എന്നുള്ള KBയുടെ പിതാവിന്റെ വാക്കുകൾ ക്രൂരതയുടെ അന്തമുഖങ്ങളുടെ നേർചിത്രമാണ്. മെയ് 26 തിങ്കളാഴ്ച രാവിലെ ഇന്ദ്രസാരി റെൻഗഡ് റീജിയൺ ജനറൽ ആശുപത്രിയിൽ KB മരണത്തിന് കീഴടങ്ങി. KBയുടെ മാതാപിതാക്കൾ തളർന്നുപോയി. ഇതെല്ലാം എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ സ്വപ്നം കാണുകയാണെന്ന് എനിക്ക് തോന്നുന്നു. തന്റെ മകനെ നഷ്ടപ്പെട്ട ഒരു പിതാവിന്റെ ഈ വാക്കുകൾ ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്നു. പോലീസ് ഇപ്പോഴും സംഭവത്തെക്കുറിച്ച് അന്വേഷണം തുടരുകയാണ്. തങ്ങളുടെ മകന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് KBയുടെ മാതാപിതാക്കൾ. ഞായറാഴ്ച വേദപാഠ ക്ലാസുകളിൽ പതിവായി പങ്കെടുക്കുന്ന ഒരു മിടുക്കനായ വിദ്യാർത്ഥിയായിട്ടാണ് KB ഓർമ്മിക്കപ്പെടുന്നത്. വേദപാഠ ക്ലാസുകളിൽ ഉത്സാഹമുള്ള, പലപ്പോഴും ബൈബിൾ ക്വിസുകളിൽ പങ്കെടുക്കുന്ന, വിജയിക്കുന്ന KBയുടെ ഓർമ്മകൾ KBയുടെ കുടുംബം ആരാധന നടത്തുന്ന GPDA സൊളാഗ്രീഷ്യയിലെ പാസ്റ്റർ പിയറ്റ് പങ്കുവച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.